എമിറേറ്റ്സ് ഐയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കടലയും മിഠായുമൊക്കെയായി ഉത്സവ പറമ്പുകളിലേക്ക് എത്തുന്ന ഉന്തുവണ്ടി നമുക്കൊക്കെ ഗൃഹാതുര ഓർമ്മയാണ്. നാട്ടിൽ പോലും അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഉന്തുവണ്ടിയുടെ ഒരു മുത്തച്ഛനെ നമുക്ക് ഷാർജയിൽ പരിചയപ്പെടാം. പലരും കടല കുറിച്ച് കടന്നുപോയ ഷാർജയിലെ ഈ തെരുവിൻ്റെ കഥയാണ് ഈ ഉന്തുവണ്ടിക്ക് പറയാനുള്ളത്. നാട്ടിലെ പോലെ തന്നെ സിനിമാ തിയേറ്ററിന്റെ പരിസരത്തെ വലിയ സാധ്യത തിരിച്ചറിഞ്ഞായിരുന്നു മുഹമ്മദ് ബാവ എന്ന മലയാളി ഒരു ഉന്തുവണ്ടിയുമായി ഇറങ്ങിയത്. ഷാർജ സിനിമ എന്ന പേരിൽ അറിയപ്പെട്ട മറീജ ഭാഗത്തെ തിയേറ്ററിന്റെ തൊട്ടടുത്ത് വണ്ടി നിർത്തി കടല വറുത്തു തുടങ്ങി. അങ്ങനെ അറബികൾക്കും വിദേശികൾക്കും ബാവക്കയുടെ കടല സിനിമ കാണലിന് ഹരം പകർന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കഥ പറഞ്ഞു തരാൻ പക്ഷേ ബാവക്ക ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും ഈ ഉന്തുവണ്ടി മരിക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കുകയാണ്. ഇതിപ്പോ ഈ വണ്ടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 40 വർഷക്കാലം ഈ കച്ചവടം ഇവിടെ പോയി. ഈ ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് ഓരോ വകയിലുണ്ടാക്കി തന്ന ഈ വണ്ടി നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അത് ഷോപ്പ് ഉണ്ടായി തന്നത്. ഇതിവിടെ നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് അവർ കൊണ്ടുപോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആൾ കൊണ്ടുപോകും. അങ്ങനെയുള്ള പിന്നെ വേറെ കാണാൻ വേണ്ടിയിട്ട് പഴയത് അങ്ങനെയാണ്. അറബികളാണ് നമ്മളെ കസ്റ്റമർ കൂടുതൽ നമ്മളെ കസ്റ്റമർ. ഞങ്ങൾ സ്വന്തം വറുത്തുണ്ടാക്കുന്ന ഐറ്റംസ് പറഞ്ഞിട്ട് അതാണ് ഈ അറബികൾക്ക് കൂടുതൽ ഇഷ്ടം. കാരണം മറ്റവരൊക്കെ മെഷീനിലൊക്കെ വറക്കണം. ഞങ്ങളത് വറുത്ത് അത് നല്ല വൃത്തിയാക്കി കല്ലും മണ്ണും ഇതൊക്കെ തിരഞ്ഞ് വൃത്തിയാക്കി നല്ല ഇതായിട്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടുത്തെ വലിയത് പറയാൻ തോന്നണ്ട, വലിയ ഷെയ്ഖന്മാർക്ക് വരെ കൊണ്ടുപോകുന്നുണ്ട്. ഭരണാധികാരികളെ വീട്ടിൽ വരെ ഈ സാധനം എത്തും. ഷെയ്ഖ് മുഹമ്മദിൻ്റെ അവിടേക്ക്, ഷെയ്ഖ് സായിദിൻ്റെ അവിടേക്ക്, ഷെയ്ഖ് സുൽത്താൻ്റെ അവിടേക്ക് എല്ലാവരും ഡ്രൈവർമാർ വന്നിട്ട് വാങ്ങിക്കൊണ്ടു. അവരാദ്യം വിളിച്ച് പറയും ഞങ്ങൾക്ക് ഇത്ര കിലോ വേണം, ഇത്ര സാധനം വേണം. അതെല്ലാം കൊണ്ടുപോയി. ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെ വൃത്തിയാക്കി നല്ല ശുദ്ധിയാക്കിയിട്ട് നല്ല സാധനം കൊടുക്കുക. ഇവർ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. തിയേറ്ററിന്റെ പ്രതാപകാലത്തിന് ശേഷം മറ്റു കെട്ടിടങ്ങൾ സ്ഥാനത്ത് വന്നെങ്കിലും ഉന്തുവണ്ടിക്കും കടലക്കച്ചവടത്തിനും മാറ്റമുണ്ടായില്ല. ഷാർജ സർക്കാർ സൗജന്യമായി നിർമ്മിച്ചു കൊടുത്ത ചെറിയ കെട്ടിടത്തിലാണ് കച്ചവടം നടക്കുന്നത്. അപ്പോഴും ഉന്തുവണ്ടിക്ക് അതിൻ്റെതായ പരിഗണന ലഭിക്കുന്നുണ്ട്. കസ്റ്റമർ ഇപ്പോൾ അറബികൾ ഇതേപോലത്തെ അറബികളാണ് കൂടുതൽ നമുക്ക് വരുന്നത്. നമ്മളെപ്പോലത്തെ മലയാളീസൊക്കെ വല്ല കപ്പലണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങുള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് മുമ്പ് ഷാർജ സിനിമ ഉണ്ടായിരുന്ന കാലത്താണ് ഈ കച്ചവട സ്ഥാപനം മുമ്പ് വന്നിട്ടുള്ളത്. മറ്റുള്ള ബിൽഡിങ്ങൊക്കെ പിന്നെ വന്ന് അമ്മോശം പറയാണ്. അമ്മോശം തുറന്ന കാലത്ത് കടപ്പുറത്ത് പോയിട്ടാണല്ലോ കിടന്നുറങ്ങുക. ഇവിടുന്ന് വിളക്ക് പെട്രോൾ മാക്സ് കൈ പിടിച്ചിട്ട് പായം തലക്കാനെടുത്തിട്ട് കടപ്പുറത്ത് പോകും. അന്ന് റൂം AC ഒന്നും ഇല്ല. മുനിസിപ്പാലിറ്റിൻ്റെ ഒരൊറ്റ സപ്പോർട്ടിൻ്റെ മേലെയാണ് നിന്ന് പോകുന്നത്. 80 മുതലിച്ചിട്ട് ഒരു 88 വരെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നത്. പിന്നെ ആണ് ഞങ്ങൾക്ക് അത് അവിടെ സാൽമിയ എന്ന് പറഞ്ഞൊരു കട തൊട്ടടുത്തുണ്ട്. അതിൻ്റെ മുകളിൽ ലൈസൻസ് എടുത്ത് ഞങ്ങളെ വിസൊക്കെ അതിൻ്റെ മുകളിൽ കാട്ടി. അമ്മോസൻ്റെ വിസ ആദ്യമാക്കി. പിന്നെ ഞങ്ങളൊക്കെ വിസ എടുത്ത് വന്ന് അമിതാഭ് ബച്ചന് അങ്ങനത്തെ വലിയ നടന്മാരുടെ ഫിലിം വന്നു കഴിഞ്ഞാൽ 3 ഷോ 4 ഷോ ഒക്കെ ഉണ്ടാവും. ഫുള്ളായിരിക്കും. ഈ റോഡൊക്കെ ഫുള്ളായിരിക്കും. പോലീസുകാർ വന്നിട്ടാണ് ക്യൂ നിയന്ത്രിക്കുക. അവരെ കച്ചവടമാണ് ഞങ്ങൾക്ക് അന്നുണ്ടായത്. അറബികളെ കച്ചവടം അന്ന് കുറവായിരുന്നു. സിനിമ പൊളിച്ചു പോയതിന് ശേഷമാണ് പിന്നെ അറബികൾ കൂടുതൽ വന്നിട്ട് തരാണ്. അന്നത്തേക്കാളും 10 മടങ്ങ് കച്ചവടം അൽഹംദുലില്ലാ അപ്പോൾ ഉഷാറാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയാം. വൈകുന്നേരം 4 മണിയോടെ കട തുറക്കുമ്പോഴേക്കും അറബികളുടെ കാറുകൾ ഒന്നിനു പിറകെ ഒന്നായി ഇവിടേക്കെത്തും. ഇപ്പോൾ പ്രത്യേക ആഘോഷങ്ങളിൽ മാത്രം തുറക്കുന്ന ഉന്തുവണ്ടി മീഡിയ വണ്ണിനു വേണ്ടി വീണ്ടും തുറന്നപ്പോൾ മുതിർന്ന അറബികൾ കുട്ടിക്കാലത്തെ ഗൃഹാതുര ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്നു. الشيخ سلطان طول عمره الشيخ طيب خلاه وجدد لي المكان وسواه. هذا وايد زين بوت الشاي. يلا أنت تجي هنا كل يوم؟ كل يوم كل اسبوع مره. انا من كلبه كل اسبوع مره يجي. انا ما تقول عن تراث قديم يعني من زمان الناس تعودوا عليه من الصغر يجون هنا يشترون عنه. فأحسن هنا؟ لا اي احسن دكان يعني
قديم وهذا الناس يجون يشترون عنه حبه حلو. في ناس يجون من ابو ظبي، من دبي، من الشارجه، من كل الامارات، لان هذا قديم. الشيخ صاحب السمو الشيخ الدكتور سلطان محمد القاسمي امر ببناء هذا المكان يعني من سنين ومنين. വർഷത്തിൽ കരാർ പുതുക്കുന്നതിനുള്ള 100 ദിർഹത്തിന് പുറമെ 1 ദിർഹം പോലും കടക്ക് വാടക ഇനത്തിലോ മറ്റോ നൽകേണ്ടതില്ലെന്ന് പറയുമ്പോൾ കൗതുകം വർദ്ധിക്കുകയാണ്. ഇപ്പം ഈ വണ്ടി ഉപയോഗിക്കൽ നാഷണൽ ഡേ വന്നാൽ, അതേപോലെ എന്തെങ്കിലും ഈ ഇമാറാത്തിൽ എന്തെങ്കിലും പ്രത്യേകത പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇത് വണ്ടി കണ്ടിടണം, അവിടെ കൊടുന്ന് നോക്കണം എന്ന് പറയും. മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോകും, അതുപോലെ മ്യൂസിയത്തിൽ കൊണ്ടുപോകും, പല സ്ഥലത്ത് കൊണ്ടുവരില്ല. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് ഞാൻ കിട്ടി അവിടെ കടയിൽ കാണണം, എല്ലാ സർട്ടിഫിക്കറ്റും ഓരോ സ്ഥലത്തും. ഈ സ്ഥാപനം ഇവിടെ വേണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യം. ഇവിടുന്ന് എടുത്ത് കളയരുതെന്നാണ് പറഞ്ഞത്. ആ, അതുകൊണ്ടാണല്ലോ മുനിസിപ്പാലിറ്റി ഈ വണ്ടി നിന്നിരുന്ന സ്ഥലത്ത് ഈ ഷോപ്പ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉണ്ടായി തന്നത്. ഈ UAE ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത്. ഈ ഷോപ്പ് അവരെ വക ഉണ്ടായി തന്ന ഞങ്ങൾക്കൊരു ഉറുപ്പ്യ ചിലവില്ല, വാടകയില്ല. ഒരു വർഷത്തിൽ 100 ഉറുപ്പ്യ വാടക. അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കറണ്ട് നമുക്ക് ഇതിൽ കണക്ഷൻ ഉണ്ടായില്ല. ഞങ്ങൾ പെട്രോൾ മാക്സ് ആദ്യം ഉണ്ടായിരുന്നത്. പെട്രോൾ മാക്സ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. വെള്ളത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, എല്ലാം ഫ്രീയാണ്. 100 ദിർഹംസ് എഗ്രിമെൻറ്റ് പുതുക്കുമ്പോൾ കൊടുക്കണം. ഈ കടൻ്റെ എഗ്രിമെൻറ്റ് വർഷം വർഷം മുനിസിപ്പാലിറ്റിയാണ് ഇതിൻ്റെ എഗ്രിമെൻറ്റ് ഓണർ. ഷാർജ മുനിസിപ്പാലിറ്റിയാണ്. ഒരു സർക്കാരിന്റെ എല്ലാ പരിലാളനകളുമായി കടലക്കച്ചവടം മാത്രമല്ല ഇവിടെ പുരോഗമിക്കുന്നത്. പഴയകാലത്തിന്റെ ഒരു സംസ്കൃതിയുടെ സംരക്ഷണം കൂടിയാണ്.